നമസ്കാരം. ടിക്ടോക്കിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ക്യാപിറ്റൽ മാളിലെ ഷോറൂമിലാണ്. ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ മാളിലെ ഷോറൂമിലും അതുപോലെ തന്നെ മറ്റ് ഗ്രീൻസിൻ്റെ മറ്റ് ഹൈപ്പർ മാർക്കറ്റിനും അവൈലബിൾ ആണ്. കാരണം ഒരുപാട് ഹാങ് ചെയ്തിരിക്കുന്ന ഓഫേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് 5 ലിറ്ററിനൊക്കെ നോർമൽ റേറ്റ് 525 രൂപയാണ്. പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് 350 രൂപയാണ്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് എല്ലാവരും പുതുവത്സരത്തിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫെബ്രുവരിയൊക്കെ ആയി എങ്കിൽ പോലും ഈ ഓഫേഴ്സ് ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഓഫേഴ്സ് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ടിക്ടോക്കിനെ കുറിച്ച് ഒരുപാട് നല്ല നിർദ്ദേശങ്ങളൊക്കെ വരാറുണ്ട്. നല്ല നിർദ്ദേശങ്ങളൊക്കെ അത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നല്ല സമ്മാനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ക്യാപിറ്റൽ മാളിലെ ഷോറൂമിലാണ്. ഇന്ന് കുറച്ച് പേര് കൂടുതലായിട്ട് കാണുന്നുണ്ട്, ഒരുപാട് പർച്ചേസിനൊക്കെ വന്നിട്ടുണ്ട്. നമുക്കെല്ലാവരോടും ഇതിൻ്റെ ടിക്ടോക്കിൻ്റെ ചോദ്യങ്ങളെ ചോദിച്ച് നല്ല സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ, റെഡി? യെസ്. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി നമ്മുടെ എത്തിയിട്ടുണ്ട്, കൂടെയുണ്ട്. എല്ലാവരും ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിട്ട് നല്ല രീതിയിൽ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഒരുപാട് പർച്ചേസിനൊക്കെ വന്നതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്? നല്ല തന്നെ, അടിപൊളി അടിപൊളി. എന്താണ് എല്ലാം എപ്പോഴും ഗ്രീൻസ് തന്നെയാണോ വരാറ്? ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി പോകുന്ന സമയത്തെല്ലാം ഗ്രീൻസിലാണ് കയറാറ്. ഗ്രീൻസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വളരെ കൃത്യമായിട്ട് ലഭിക്കാറുണ്ടോ? ഉണ്ട്, എല്ലാം അവൈലബിൾ ആണല്ലോ ഇവിടെ. യെസ്. എന്തുകൊണ്ടാണ് മറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ് പോകാറുണ്ടല്ലോ അല്ലേ? ഗ്രീൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തമ്മിൽ എന്താ വ്യത്യാസം എന്താണെന്ന് തോന്നാം? വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് അതാണ് വേണ്ടത്. നമുക്കിപ്പോൾ വിളിച്ചാൽ പെട്ടെന്ന് ആളെ കിട്ടണം, നമുക്ക് സാധനം പെട്ടെന്ന് കിട്ടണം. അപ്പോൾ അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രീൻസിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന വിധവും നമുക്കെല്ലാം കണ്ണിൽ കാണാം. ദൂരത്തുനിന്നാണെങ്കിലും കുറച്ച് വിശാലമായ സ്ഥലത്താണ് ഇതിലുള്ള ഗ്രീൻസൊക്കെ. അതായത് കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. എല്ലാം നമ്മുടെ സെയിൽസ് സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. അതെ അതെ, വളരെ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഞാനിങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു. അതിനു മുന്നേ ആയിട്ട് പരിചയപ്പെടാം. പേര് പറയാം. എൻ്റെ പേര് പവർ. ഞാനൊരു IT കമ്പനിയിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യണം. എവിടെയാണ്? ബാംഗ്ലൂർ. പേര് മാളവിക. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ബാംഗ്ലൂർ അല്ലല്ല, ഇപ്പോൾ ഇവിടെ കണ്ണൂരാണ്. പവൻ ദുബായിലാണ് HR വർക്ക് ചെയ്യുക ഒരു കമ്പനി. രണ്ടും പവനാണല്ലോ. പവറാണല്ലേ? അയ്യോ, അടിപൊളി. 2 പേര് വ്യത്യസ്തമായ പേരാണ്. ചങ്ങാതി പവറാണ്, ഇത് പവനാണ് കേട്ടോ. ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പേര്, പവനും പവറും അല്ലേ. എന്താണ് അങ്ങനെ ഒരു സെലക്ഷൻ കാരണം? ഏട്ടനും അനിയനാണ്. ഇത് കണ്ടോ, കണ്ടോ, ഇതാണ് ഏട്ടൻ കേട്ടോ. ഇതാണ് ഒറിജിനൽ ഏട്ടൻ, ഇത് അനിയനാണ് അല്ലേ? പക്ഷേ ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഏട്ടൻ, ഇത് അനിയൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എനിവേ വളരെ സന്തോഷം കേട്ടോ. നല്ലൊരു ഏട്ടനും അനിയനും അതുപോലെ തന്നെ ഒരു കുഞ്ഞു വാവയ്ക്കുണ്ട്. വാവയുടെ പേരെന്താ? ഋത്വി അല്ലേ? ഓക്കെ. അപ്പം ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ഈ സെഗ്മെൻറ്റിലേക്ക് ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ് എന്നാണ് എൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനൊരു ഫോട്ടോ കാണിക്കും. ഫോട്ടോ കാണിച്ചതിന് ശേഷം ആ ഫോട്ടോയിൽ ആരാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ അമ്മ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. അമ്മയുടെ പേര് പറ. ത്രിവേണി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു അമ്മ? ഇല്ല, ഹൗസ് വൈഫാണ്. ഞാൻ മക്കളുടെ പേരിൽ സ്പെഷ്യാലിറ്റി പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരാൾ പവർ അല്ലേ? അല്ല, പവൻ. പവൻ എന്താണ് അങ്ങനെ ഒരു പേരിടാൻ കാരണം? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകം ഒന്നുമില്ല, ഒരു വെറൈറ്റി ഇട്ട് അങ്ങനെ. ഓക്കെ, വെറൈറ്റി ആഗ്രഹിച്ചതുകൊണ്ട് അമ്മ. ഞാൻ ബാംഗ്ലൂർ. പഞ്ചാബ് ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അയ്യോ, ഇതൊരു വളരെ വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള കുടുംബം കേട്ടോ. അമ്മ എന്നത് മാംഗ്ലൂരുകാരിയാണ് അല്ലേ? അമ്മയുടെ ഹസ്ബൻഡ് ഇവിടെ തന്നെയാണ്. പവൻ ഇവിടെയാണ്, പവൻ്റെ വൈഫ് പഞ്ചാബിലാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ രണ്ടുപേരും ഇവിടെ തന്നെ നാട്ട് കാസർഗോഡ്. ഓക്കെ, ഓരോരോ ഏട്ടൻ നല്ല പണി തരുന്നുണ്ട് കേട്ടോ. ഇവർ ലോക്കൽസൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഏട്ടൻ നല്ല പണിയൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, യെസ്. ആദ്യം ഞാനൊന്ന് എൻ്റെ ക്യാമറയ്ക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, യെസ്, പറയൂ, ഇതാരാണ്?
ഇത് ആ AI ജനറേറ്റ് ചെയ്ത ഫോട്ടോ ആണോ? നോ 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 ചേഞ്ച് ഉണ്ടോ ഫോട്ടോയിൽ? നത്തിങ്, ഒന്നുമില്ല. ഈ ഫോട്ടോ ആരാണ് അമ്മേ? ക്ലൂ ആദ്യം ഒന്ന് ആലോചിക്കൂ, എന്നിട്ട് ഞാൻ ക്ലൂ തരാം. ചെറിയ സമയം ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ക്ലൂ തരാം. വളരെ സിമ്പിൾ. പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതിലും കൂടുതലായിട്ട് യെസ് നോ 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 പേരുമായിട്ട് സാമ്യമുണ്ട്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഇപ്പം ഞാൻ ചെറുതായിട്ട് കേട്ട പേരുമായിട്ട് നല്ല സാമ്യമുണ്ട്. നോ 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 സോണിയാഗാന്ധി അല്ല. പക്ഷേ പേരിൽ വളരെ സാമ്യമായിട്ട് പേരാണ്. അദ്ദേഹം ഈ ഒരു കാണിച്ച വ്യക്തി എന്നത് വേണ്ട, ക്ലൂ ഇപ്പം തരണ്ട കേട്ടോ. ക്ലൂ ഇപ്പം തരണ്ട, തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും. അതാണ് എൻ്റെ കേട്ടോ. കുറച്ച് സമയം നാളേക്കും. പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഫേസ് ഇപ്പോ അല്ല, ഏതൊരു ഫീൽഡെന്ന് പറഞ്ഞാൽ ഇത് ആനിമൽ റിലേറ്റഡ് ആണ്. ആനിമൽ റിലേറ്റഡ്, മൃഗങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേഡിയാണ്. ഇത് അല്ല, കേരളത്തിലല്ല. ഞാൻ ഇതിൽ കൂടുതൽ പറയില്ല കേട്ടോ. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ പിന്നെ ഉത്തരം പറയുന്നതാണ് ശരിയാവുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറയില്ല. നല്ല ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേരിൽ അമ്മ പറഞ്ഞ പേരുമായിട്ട് വളരെ സാമ്യമുള്ളൊരു പേരായിരുന്നു ഇത്. പിന്നെ അതുമാത്രമല്ല, ആനിമൽ റിലേറ്റഡ് ആണ്. നമ്മുടെ എനിക്ക് ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറിനോട് വളരെ അടുത്ത് എത്തിയിരിക്കും. ചിലപ്പോൾ നമ്മൾ കിട്ടിയില്ലെങ്കിലോ ക്ലൂ പറഞ്ഞോളൂ. അല്ല, അത് പറയില്ല. ഇനി എനിക്ക് അടുത്ത ആൾക്കാരോട് പറയാനുണ്ട്. അപ്പം അടുത്ത ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ. ഓക്കെ, നല്ല ഫാമിലി, സന്തോഷകരമായ പിന്നെ നല്ല അനുഭവമായിരുന്നു. വളരെ സ്പെഷ്യലായിട്ടുള്ള ഫാമിലിയും കണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, യെസ്. നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണല്ലേ? ഒരുപാട് സിനിമ നമ്മൾ കാണുന്ന. ഏത് അവസാനം കണ്ട സിനിമ ഏതാ? ഇപ്പോൾ അവസാനം കണ്ടത് നമ്മൾ ഇപ്പം ഞാൻ കണ്ടത് ഒരു ജാതി ജാതകം. യെസ്, വിനീത് ശ്രീനിവാസൻ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അത് ഞാനല്ല കണ്ടത്, ഞാൻ ഏട്ടൻ കണ്ടത്. അവന് ഞാൻ ടിക്കറ്റ് എടുത്തെടുക്കാതെ പോകുന്നില്ല. മോശമില്ല, നല്ല കോമഡി ഉള്ള. ഓക്കെ, അടുത്തായിട്ടൊന്നും ഇങ്ങനത്തെ ഒരു കോമഡി പടം കണ്ടിട്ടില്ല. എല്ലാം ക്രൈമും അത് കൊല്ലലും പിടിക്കലൊക്കെ. ഇത് കുറച്ച് ഫുൾ കോമഡി. നന്നായിട്ട് ചിരിച്ചു അല്ലേ? ആസ്വദിച്ചു. സിനിമയുടെ ശരിയായ ഒരു ആഗ്രഹം സാധിച്ചു അല്ലേ? നല്ല തിയേറ്ററിൽ പോയിരുന്ന് നല്ല ചിരിയൊക്കെ ചിരിച്ചു, തമാശയൊക്കെ കണ്ടു അല്ലേ? ആസ്വദിച്ചു. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം. ആദ്യം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയിരുന്നു ആദ്യം ഉണ്ടായത്. അതിന് ശേഷമാണ് കളർ ചിത്രം. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ അറിയായിരുന്നു. പെട്ടെന്ന് ഈ ഒരു സമയത്തായതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പൊക്കെയാണ് കിസ്സെല്ലാം അറ്റൻഡ് പഠിക്കുന്ന സമയത്തിലാണെങ്കിൽ നമുക്കിത് സംഭവം അറിയാം. പക്ഷെ ഇപ്പം അതെല്ലാം വിട്ടുപോയല്ലോ കിസ് എന്ന് പറഞ്ഞ സംഭവം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കുറച്ച് മറ്റേ ഇപ്പോൾ ഓപ്ഷൻസ് തരില്ലാണെങ്കിൽ പറയരുത്. അത് തരില്ല, ഇനി തരില്ല. ഇനി ഒരുപാട് ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ക്ലൂ തരില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ അതൊരു ഇതായി പോകും. നമ്മൾ ഈ സിനിമയെല്ലാം കാണുന്നുണ്ട്. അറിയോ മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം? ഏട്ടം ഭയങ്കരമായിട്ട് പണി കൊടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ കുട്ടികളെ ചോദ്യമാണ്. അപ്പം കുട്ടികൾ പറയട്ടെ, ഞാൻ വലിയ ആളെന്നൊക്കെ പറയാണ് കേട്ടോ. ഓക്കെ, ഇതാരാണ്? ഫ്രം പഞ്ചാബ്. ഓക്കെ, മറ്റൊരു സ്പെഷ്യൽ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മലയാളം? No, I can't speak, but I can understand. You can understand. Yeah. Okay. We are from Kannur Vision channel. That program name called TikTok. Okay. Purely based on some questions. Okay. അറിയില്ല, ഏട്ടനറിയില്ല. ഏട്ടനും അനിയനും അറിയില്ല, ആർക്കും അറിയില്ല, ഭാര്യക്കും അറിയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. 2 ക്വസ്റ്റ്യനിൽ 2 പേർക്കും 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളെ കാണണം, സമ്മാനം കൊടുക്കണം. താങ്ക്സ് എ ലോട്ട്. വളരെ സന്തോഷം. അല്ല, ഓരോരോ ദിവസത്തോട് അത് പറ്റില്ല. നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇതിനൊരു ഗെയിമിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഇനി നമുക്ക് സന്തോഷം, കണ്ടതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻറ്റിനെ മീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ടിക്ടോക്കിലെ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അവനൊന്ന് പരിചയപ്പെടാം. ഓക്കെ, പേര് പറയും. റസൽ. റസൽ എന്ത് ചെയ്യുന്നു? ഞാൻ +2 സ്റ്റുഡൻ്റാണ്. ഏത് സ്കൂളാണ്? പുഴാതി സ്കൂള്. പുഴാതി. ഏതാ സബ്ജക്റ്റ് ഏതാ? കോമേഴ്സ്. എങ്ങനെയുണ്ട് കോമേഴ്സിൻ്റെ പഠിപ്പൊക്കെ? അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ക്ലാസ്സൊക്കെ കട്ട് ചെയ്യാറുണ്ടോ? ഇല്ല അങ്ങനൊന്നുമില്ല. ഉമ്മ കേൾക്കുന്നതുകൊണ്ടാണോ? അല്ലല്ല. കട്ട് ചെയ്യാറുണ്ടല്ലേ? ഒരിക്കലില്ല. ഏത് സ്കൂളാണ് 10th വരെ പഠിച്ചത്? ഞാൻ പുഴാതി സ്കൂളിൽ തന്നെ. 10th എത്ര പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു? എത്ര A+ ഉണ്ടായിരുന്നു? 5A+5A. 5A+5A. ഓക്കെ, പഠിക്കാൻ നല്ല മിടുക്കനാണല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? എന്ത് ആവണം എന്നാണ് ആഗ്രഹം ഭാവിയിൽ? CMA. എല്ലാവരും CMA ആണ്. ഒരുപാട് കുട്ടികളെ കാണാറുണ്ടായിരുന്നു. എല്ലാവരും CMA ആണ് സെലക്ട്. അതിനെന്താ സ്പെഷ്യൽ കാരണം? CMA അക്കൗണ്ടിനുമായിട്ട് നല്ല ഹൈ സാലറിയും നമ്മുടെ ലൈഫ് സെറ്റ് ആവാനും കുറച്ചും കൂടി അടിപൊളിയാണ്. ഭയങ്കര ടഫല്ലേ CMA ഒന്ന് എഴുതിയെടുക്കുക എന്നുള്ളത്? കുറച്ച് ഡിഫിക്കൽട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ തയ്യാറാണ്. ഓക്കെ, എന്തായാലും എഴുതിയിരിക്കും, എടുത്തിരിക്കും അല്ലേ? അത്രയും അടിപൊളി, നല്ല ലക്ഷ്യം കേട്ടോ. പേര് റസലിന് ഭയങ്കര ലക്ഷ്യമാണ്. CMA ആണ് ലക്ഷ്യം. ലൈഫൊന്ന് സെറ്റിൽ ചെയ്യണം, ഒരുപാട് നല്ല സാലറിയൊക്കെ കിട്ടും. അപ്പോൾ ലൈഫൊന്ന് സെക്യൂർ ആവുക, സെറ്റിൽ ആവുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ റസല, ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പ്യൂർലി ക്വസ്റ്റ്യൻ ആൻസർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഒരു പ്രോഗ്രാമാണ്. ടിക്ടോക്ക് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കാണ്. അപ്പോൾ 3 സെഗ്മെൻറ്റാണ് നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻറ്റ് കൊടുക്കുന്നത്. ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ്, അതായത് ഞാനൊരു ഫോട്ടോ കാണിക്കും, ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പറയാം. അത് ആൻസർ പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റായ മ്യൂസിക് ആൻഡ് സിനിമ ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അതിനുശേഷം അത് രണ്ടും ആൻസർ നിങ്ങൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം പ്രൈസ് കിട്ടും. അതിൽ ഒന്ന് മാത്രം ആൻസർ ചെയ്യുകയാണെങ്കിൽ അവസാനത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജിലേക്ക് പോകും. റെഡി അല്ലേ? നോക്കാമല്ലോ. ഓക്കെ, മറ്റൊരു പ്രത്യേകത, ഗ്രീൻസിൽ എപ്പോഴും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരുത്താൻ സാധനം വാങ്ങാൻ വരാറുണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട് ഗ്രീൻസിലെ പർച്ചേസിങ്ങിലെ ഒരു അനുഭവമൊക്കെ പറയും? നല്ലതാണ്. ഗ്രീൻസ് ഇവർ നല്ല ഓഫറൊക്കെ നൽകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധനം വാങ്ങാൻ നല്ലൊരു ഓപ്ഷനാണ് ഗ്രീൻസ്. നല്ല എല്ലാ സാധനവും കിട്ടാറുണ്ട്. എല്ലാ സാധനം ഇതുവരെ വന്നിട്ട് മടങ്ങിപ്പോയ കിട്ടാതെ അങ്ങനെ എക്സ്പീരിയൻസ് ഇതുവരെയുണ്ടായില്ല. എത്ര വർഷമായി ഗ്രീൻസ് ഒക്കെ വരാൻ? ചെറുപ്പം മുതലേ വരാറുണ്ടോ? ചെറുപ്പം മുതലേ കറക്റ്റായിട്ട് ഓർമ്മയില്ല, പണ്ടോട്ടേ വരാറുണ്ട്. എന്ത് വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും ഉമ്മയും അനിയനും വേറെ ഫാദർ പുറത്താണ്, അബ്രോഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് ഇറക്കിയാണ് ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഓക്കെ, ഞാനൊന്ന് എൻ്റെ പിന്നെ ക്യാമറയിലൊന്ന് ആദ്യം ഈ ഇമേജ് ഒന്ന് കാണിക്കട്ടെ ഒരിക്കൽ കൂടി. ഓക്കെ, യെസ്. ഉമ്മയെ നോക്കണ്ട കേട്ടോ, ഉമ്മ പറഞ്ഞു തരാം. ഉമ്മ ആദ്യം കണ്ടിട്ടുണ്ട്, അപ്പോൾ ഉമ്മ പറഞ്ഞു തരേണ്ട ഒരു ഐഡിയ ഇല്ല. വളരെ പ്രശസ്തമായ ഒരു വ്യക്തിയാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അറിയില്ല? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് പല വിവാദങ്ങളായ ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പല കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്. നോ ഐഡിയ. ഓക്കെ, ഞാൻ ഫോട്ടോ കാണിച്ചു. റസൽ അല്ലേ? റസലിന് ആദ്യത്തെ ഫോട്ടോ കാണിച്ചപ്പോൾ റസലിന് ഒരു ഐഡിയ ഇല്ല ഈ ഇമേജിനെ കുറിച്ച്, ഈ ഫോട്ടോനെ കുറിച്ച്. ഓക്കെ, ഞാനൊന്നൊരു ക്ലൂ തരണോ? മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ലേഡിയാണ്. അല്ല, ഓക്കെ, അറിയില്ല. റസലിന് ആദ്യത്തെ സെഗ്മെൻറ്റ്, അതായത് ഐഡൻറ്റിഫൈ ദ ഇമേജ് എന്നതിൽ ഫോട്ടോ കാണിച്ചു, റസലിനെ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനൊരു സിനിമ ആൻഡ് മ്യൂസിക് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അതാണ് രണ്ടാമത്തെ സെഗ്മെൻറ്റ്. ഓക്കെ, സിനിമ കാണാറില്ലേ? സിനിമ കാണാറുണ്ട്. ഏത് സിനിമയല്ല അവസാനം കണ്ടത്? ഞാൻ അവസാനം കണ്ടത് മാർക്കോ. ആരെയാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? എനിക്ക് ടോവിനോ ഭയങ്കര ഇഷ്ടമാണ്. ടൊവിനോ ആണ് ഇഷ്ടം, യങ് ജനറേഷൻ അല്ലേ? അതുകൊണ്ടാണോ? ടോവിനോ പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടോവിനോയുടെ അധികം സിനിമ കാണും. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ സിനിമ ഹിസ്റ്ററി എന്നത് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു, പിന്നീട് കളറിലേക്ക് വന്നു, പിന്നെ ഇന്നത്തെ പല രീതിയിലുള്ള വലിയ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം, കളർ സിനിമ? അത് ചിത്രീകരിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ടാവും, പക്ഷെ അറിവുണ്ടാവും. ജനിക്കില്ല എന്തായാലും, അറിവുണ്ടാവുമല്ലോ. നമുക്ക് വായിച്ച ഒരുപാട് ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ.
ഇല്ല, അതിന് പറ്റിയൊരു ഐഡിയ ഇല്ല. അത് ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഐഡിയ ഇല്ല. ശ്രമിച്ചാൽ കിട്ടുമോ? ശ്രമിച്ചാൽ ഉമ്മക്കറിയും കറിയാം, അല്ലാണ്ട് അറിയാം. ഉമ്മയോട് ഞാൻ ചോദിക്കില്ല. ഉമ്മക്ക് അറിയാം, ഉമ്മയോട് ഞാൻ ചോദിക്കില്ല. ഉമ്മ മത്സരിച്ചാണെങ്കിൽ ഉമ്മയോട് ചോദിക്കായിരുന്നു. പഴയ സിനിമയൊന്നും അധികം കാണാറില്ല. ഇല്ല. സിനിമ ഹിസ്റ്ററിയിലൊക്കെ ആദ്യത്തെ കളർ ചിത്രമാണ് ഇത്. അറിയില്ല അല്ലേ? ആകെ വേർത്തല്ലോ ഒന്ന്. ഇല്ല, അങ്ങനെ. ഓക്കെ, അടിപൊളി. റസൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മുടെ 2 കണ്ടസ്റ്റൻറ്റിനും പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ എവിടെയും വെച്ച് ഇവിടെ കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്, ടിക്ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. കണ്ടോ, ഒരുപാട് വളരെ നല്ല നിറമുള്ള നാരങ്ങകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഓഫേഴ്സും ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ഓഫേഴ്സാണ് നമ്മുടെ ക്യാപിറ്റൽ മാൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് നല്ല രീതിയിൽ പർച്ചേസൊക്കെ ചെയ്യുന്നത് നല്ല കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സിന് കണ്ടാൽ തന്നെ എടുത്ത് തിന്നു പോകുന്നൊരു ഫീലാണ്. ആപ്പിളൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ 2 കണ്ടസ്റ്റൻറ്റിനാണ്, 2 ഗ്രൂപ്പ് ഓഫ്. ആദ്യം നമ്മുടെ റസൽ മാത്രമേ ഒരാളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഫാമിലിയാണ് വേണ്ടത്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു വേണ്ടത്. അപ്പോൾ 2 പേർക്കും 2 സെഗ്മെൻറ്റിലും ആൻസർ ലഭിച്ചില്ല. ഇന്നത്തെ എപ്പിസോഡ് ആർക്കും സമ്മാനം കൊടുക്കാതെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. യെസ്, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ഹിയർ. ഇറ്റ്സ് മീ അനിലേഷ് ഷാർഷ ഫ്രം ടിക്ടോക്ക്.